പൂച്ച കണ്ണുള്ള ഒരു സുന്ദരി മലയാള സിനിമയെ അടക്കിവാണ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സുന്ദരിയുടെ പേര് ശാരി. അവർ ജനിച്ചത് ചെന്നൈയിൽ. അവർ ആദ്യമായി അഭിനയിച്ചത് മലയാള സിനിമ എക്കാലത്തെയും കണ്ട, അല്ലെങ്കിൽ മലയാള സിനിമ കണ്ടതിൽ എക്കാലത്തെയും ജീനിയസായ പത്മരാജന്റെ ചിത്രത്തിൽ. പത്മരാജന്റെ ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രമാണ് ശാരിയുടെ ആദ്യ ചിത്രം. തുടർന്ന് പിന്നങ്ങോട്ട് ശാരിയുടെ ഒരു യുഗപ്പിറവി ആരംഭിച്ചു. ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം ഒരു തലത്തിൽ പറഞ്ഞാൽ ഒരു ലെസ്ബിയൻ കഥ പറയുന്ന ചിത്രമാണ്. ലെസ്ബിയൻ കപ്പിൾസിന്റെ കഥ പറയുന്ന ചിത്രം. പക്ഷേ അത് അതിമനോഹരമായി അവതരിപ്പിച്ചു ശാരി. കാർത്തികയായിരുന്നു മറ്റൊരു നായിക. പിന്നീട് അങ്ങോട്ട് ശാരിയുടെ ഒരു യുഗപ്പിറവി ആരംഭിച്ചു. ചെന്നൈയിൽ ജനിച്ചു വളർന്ന ശാരി മലയാളത്തിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു രംഗം പിന്നീട് മലയാളികൾ അനുഭവിച്ചു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രമാണ് പത്മരാജൻ പിന്നീട് ശാരിക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ്. അത് അസാധ്യ തലങ്ങളിലേക്ക് പോയ ഒരു ചിത്രമായിരുന്നു. കെ സുധാകരൻ കഥയും തിരക്കഥയൊക്കെ എഴുതി പത്മരാജൻ സംവിധാനം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നാണ്. പിന്നീട് 1 മുതൽ 0 വരെ എന്ന ചിത്രം, പിന്നീട് വിളംബരം എന്ന ചിത്രം, അതിനുശേഷം ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രം, നാരദൻ കേരളത്തിൽ, നൊമ്പരത്തിപ്പൂവ്, ആൺകിളിയുടെ താരാട്ട്, പൊന്മുട്ടയിടുന്ന താറാവ്, സീസൺ, ജാതകം, കളിക്കളം, ആധാരം തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റായിരുന്നു അതാത് കാലഘട്ടത്തിൽ. അതിനുശേഷം ശാരി വിവാഹ ജീവിതത്തിലേക്ക് പോയി. കുമാറാണ് ശാരിയെ വിവാഹം കഴിച്ചത്. 1991 വിവാഹം. അവർക്ക് ഒരു കുട്ടിയുണ്ട്, കല്യാണി. ശാരിയുടെ മാതാപിതാക്കളുടെ പേര് വിശ്വനാഥൻ എന്നും സരസ്വതി എന്നും ആയിരുന്നു. തൻ്റെതായ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ശാരി തൻ്റെതായ ഒരുപാട് അംഗീകാരങ്ങൾ നേടി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ശാരി സ്വന്തമാക്കി. അതൊക്കെയാണ് ശാരിയുടെ പ്രത്യേകത. ശാരി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നപ്പോൾ അവർ ആദ്യ കാലഘട്ടത്തിൽ അഭിനയിച്ച, അല്ലെങ്കിൽ അവസരം കിട്ടാൻ വേണ്ടി അഭിനയിച്ച ബ്ലൂ ഫിലിമുകൾ മലയാളത്തിൽ തരംഗമായി മാറി. എനിക്ക് തോന്നുന്നു, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിലും ശ്രീബാല തിയേറ്ററിലും ഒക്കെ ശാരി ആദ്യകാലങ്ങളിൽ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അഭിനയിച്ച ബ്ലൂ ഫിലിമുകൾ തരംഗമായിരുന്നു. ശാരി ഔട്ടാകാനുള്ള പ്രധാന കാരണം ഇതാണ് എന്ന് ഞാൻ ധരിക്കുന്നു. ശാരിയും അത് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ശാരിയുടെ അശ്ലീല ചിത്രങ്ങൾ തരംഗമായിരുന്നു. ഹിന്ദിയിലും തമിഴിലും ഒക്കെ അഭിനയിച്ച അശ്ലീല ചിത്രങ്ങൾ. പൂച്ചക്കണ്ണുള്ള സുന്ദരി, പൂച്ചക്കണ്ണിൽ ഒരുപാട് ഭാവങ്ങൾ ഒളിപ്പിച്ചു വച്ച സുന്ദരി ഒന്നുമാകാതെ പോയി മലയാള സിനിമയിൽ.